നാലാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ടുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് മൂന്നാം ഘട്ടത്തിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അവയുടെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും അതുകൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കാം ഒന്നാമത്തെ ചോദ്യം. മനുഷ്യാവകാശ ദിനം എന്നാണ്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ഡിസംബർ 10. 2024 മനുഷ്യാവകാശ ദിന പ്രമേയം എന്താണ്? 2024 മനുഷ്യാവകാശ ദിന പ്രമേയം എന്നത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ എന്നതാണ്. അവർ റൈറ്റ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. അവർ റൈറ്റ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. 2023 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. ഓക്കെ ആണോ? 1950 ഡിസംബർ 10 ആദ്യമായിട്ട് മനുഷ്യാവകാശ ദിനം ആചരിച്ചത് കേട്ടോ. 1950 ആദ്യമായി മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിക്കുന്നത്. അടുത്തത്, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ 15, 2023. ഒക്ടോബർ 15, 2023. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതി ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? അതും വിഴിഞ്ഞം തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖ കരാറിന്റെ കമ്പനി ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. വിഴിഞ്ഞം തുറമുഖ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ്. കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അദാനി ഗ്രൂപ്പാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്തുള്ള രാജ്യത്തെ ഏക തുറമുഖം ഏതാണെന്ന് ചോദിച്ചാലും അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്തുള്ള രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്തെ ഏക തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ശ്രീകുമാർ K. നായരാണ്. ശ്രീകുമാർ K. നായർ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? അത് കോവളമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നമ്മളോട് ചോദിച്ചു. നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? കോവളമാണ് കേട്ടോ. കോവളം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഏതാണ്? അത് ഷെൻഹുവ 29 അല്ലെങ്കിൽ ഷെൻഹുവ 29. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ 29. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ, ശ്രദ്ധിച്ച് പഠിക്കണേ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാഡോ ആണ്. സാൻ ഫെർണാഡോ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. സാൻ ഫെർണാഡോ. സാൻ ഫെർണാഡോ. ഓക്കെ, അടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലാണ് MSC മിഷേല. MSC മിഷേല. MSC മിഷേല 100ാമത്തെ കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലാണ് MSC മിഷേല. MSC മിഷേല. MSC മിഷേല വിഴിഞ്ഞം തുറമുഖത്തെത്തിയ 100ാമത്തെ കപ്പലാണ്.
വിഴിഞ്ഞം കരാർ ഒപ്പിട്ടത് എന്നാണ്? 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17 തറക്കല്ലിട്ടത് എന്നാണ്? വിഴിഞ്ഞം തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 വിഴിഞ്ഞം കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17 തറക്കല്ലിടുന്നത് 2015 ഡിസംബർ 5 ആരായിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി? ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു കേട്ടോ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. 2015 ഡിസംബർ 5 ഓക്കെ. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പ്രത്യേകം ഒരു കൃതിക്കുള്ളതല്ല, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 നേടിയത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ. 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2023 SK വസന്തന് ലഭിച്ചത്. ഓക്കെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഡോക്ടർ SK വസന്തനാണ് 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ്. സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. P വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം P വത്സല. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2023 ഡോക്ടർ SK വസന്തൻ. 2022 സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P വത്സല. അടുത്തത് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. 2024 എന്താണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് കേട്ടോ. അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 2025 കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. നോക്കിക്കേ. അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. ഇതെല്ലാം 2025 കേട്ടോ. അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം 2025. 2024 എന്തായിരുന്നു? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അടുത്തത് 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് വിവ കേരളം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ് വിവ. ഓക്കെ. 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവ കേരളം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഓക്കെ. അടുത്ത സെറ്റ് കുറച്ച് പ്രധാനപ്പെട്ട വേദികളാണ് കേട്ടോ പറയുന്നത്. പ്രധാനപ്പെട്ട വേദികൾ. 37ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 37ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂർ. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. കാസർഗോഡ്. 37ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി തൃശ്ശൂർ. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡ്. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. കേരളം. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി കേരളമാണ്. കേരളത്തിലെ തിരുവനന്തപുരം. ഓക്കെ ആണല്ലോ. അടുത്തത് പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി കേരളം, തിരുവനന്തപുരം. പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദിയും തിരുവനന്തപുരമാണ്.
പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളമാണ് കേട്ടോ, എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളം. അടുത്തത് 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ് കേട്ടോ, കൊച്ചി. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. 2024 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? അത് തിരുവനന്തപുരമായിരുന്നു, തിരുവനന്തപുരം. 2024 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം. 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് 2024 നടന്നത്. 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് 2024 നടന്നിട്ടുള്ളത്. 2024 സംസ്ഥാന സ്കൂൾ കലാമേളയുടെ വേദി എവിടെയായിരുന്നു? സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. കലാമേളയുടെ വേദി ആലപ്പുഴയാണ് കേട്ടോ, ആലപ്പുഴ. തിരുവനന്തപുരവും ആലപ്പുഴയും. 2024 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരവും കലാമേളയുടെ വേദി ആലപ്പുഴയുമായിരുന്നു. ഓക്കെ, അടുത്തത് 2024 സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു? അത് എറണാകുളമാണ് കേട്ടോ. ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം, കലാമേളയുടെ വേദി ആലപ്പുഴ, കായികമേളയുടെ വേദി എറണാകുളവുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് കേട്ടോ, വർക്കല. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് വർക്കലയിലാണ്, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? വർക്കല, തിരുവനന്തപുരം. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ 2023 വേദി എവിടെയാണ്? പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ 2023 വേദി ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി ഏതാണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 2024 വേദി ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണ്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി 2024 യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. G20 ഉച്ചകോടിയുടെ 2025 വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്ക. G20 2025 ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്ക. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 വേദി ന്യൂഡൽഹി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി 2024 ന്യൂഡൽഹിയാണ്. 2025 G20 ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്ക. ഓക്കെ ആണല്ലോ. അടുത്തത് G7 ഉച്ചകോടിയുടെ 2025 വേദി എവിടെയാണ്? G7 ഉച്ചകോടിയുടെ 2025 വേദി കാനഡയാണ്, കാനഡ. G7 2025 കാനഡ. G7 ഉച്ചകോടിയുടെ 2025 വേദി കാനഡ. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി, ബ്രിക്സിന്റെ വേദി എവിടെയാണ്? ബ്രസീലാണ് കേട്ടോ, ബ്രസീൽ. 2025 ബ്രിക്സിന്റെ വേദി ബ്രസീലാണ്. ആസിയാൻ ഉച്ചകോടിയുടെ 2024 വേദി, ആസിയാൻ ഉച്ചകോടിയുടെ 2024 വേദി ലാവോസ് ആണ്. 2025 വേദി മലേഷ്യയും 2026 ഫിലിപ്പീൻസുമാണ്. ആസിയാൻ ഉച്ചകോടി 2024 ലാവോസ്, 2025 മലേഷ്യ, 2026 ഫിലിപ്പീൻസും ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 2024 നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ് കേട്ടോ, കൊച്ചി. 2024 നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി, കൊച്ചിയിലായിരുന്നു. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി 2024 യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലൻഡ്സിലെ റോട്ടർഡാം ആണ്, നെതർലൻഡ്സിലെ റോട്ടർഡാം. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി റോട്ടർഡാം, നെതർലൻഡ്സ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ വേദി
2024 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ വേദി ഷാങ്ഹായ് ആണ് കേട്ടോ, ഷാങ്ഹായ്. ഇതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം, കാരണം കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇതൊന്ന് ഓർത്തിരിക്കാൻ. G7 ഉച്ചകോടിയുടെ 2025 വേദി എവിടെയാണ്? കാനഡയാണ്. 2025 ബ്രിക്സിന്റെ വേദി ബ്രസീലാണ്. ആസിയാൻ ഉച്ചകോടിയുടെ 2024 വേദി ലാവോസ്. ആസിയാൻ ഉച്ചകോടിയുടെ 2025 വേദി മലേഷ്യ. ആസിയാൻ ഉച്ചകോടിയുടെ 2026 വേദി ഫിലിപ്പീൻസ് ആണ്. 2024 നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്, കൊച്ചി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി 2024 ലോക പൈതൃക കമ്മിറ്റി, യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റിയുടെ വേദി ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി റോട്ടർഡാം, നെതർലൻഡ്സ് ആണ്. 2024 അമ്പെയ്ത്ത് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഷാങ്ഹായുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയം അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏതാണ്? കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ടത് കേരള ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചു, ആഡ് ഓൺ ചെയ്ത് ഇതുകൂടെ പഠിക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INTRV 01 എന്നതാണ്. INTRV 01. IN എന്നത് ഇന്ത്യ, TRV ട്രിവാൻഡ്രം, 01. ഓക്കെ ആണോ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INTRV 01. ഓക്കെ. അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമേതാണ്? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി, കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്, കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകരയിലാണ്. കല്ലേറ്റുംകര ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ, ഇരിഞ്ഞാലക്കുടയിലെ കല്ലേറ്റുംകര. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ കല്ലേറ്റുംകരയിലാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നമ്മുടെ കേരളം നിർബന്ധമാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്, കേരളം. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്, മൈൻഡ് ബ്ലോവേഴ്സ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം, വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് അവരവരുടെ വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്നതാണ്. അടുത്തത്, ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാരാണ്? സാറ ജോർജ് മുത്തൂറ്റ് ആണ് കേട്ടോ, സാറ ജോർജ് മുത്തൂറ്റ്. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു പട്ടികയിൽ മലയാളികളിൽ ഒന്നാമതുള്ളത് MA യൂസഫ് അലിയാണ് കേട്ടോ, MA യൂസഫ് അലി. MA യൂസഫ് അലിയാണ് ഈ ഒരു പട്ടികയിൽ ഒന്നാമതുള്ള മലയാളി. അടുത്തത്, പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം, കേരളം.
അടുത്തത്, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഏതാണ്? കുടുംബശ്രീയാണ് കേട്ടോ, കുടുംബശ്രീ. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അങ്ങനെയാണെങ്കിൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ RTI വഴി നമുക്ക് ലഭ്യമാകുന്നതാണ്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ്? മേരി രത്നാഭായി ആണ്. മേരി രത്നാഭായി. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായി. ഇദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്, അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാഭായി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാടാണ്. വയനാട്. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. അടുത്തത്, 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്നൊരു വാക്കുണ്ട്. അതേതാണ്? നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നതാണ് ആ വാക്ക്. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം കൊണ്ടുവന്ന വാക്കാണ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്ന വാക്കാണ് ശപഥം. സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം വന്നത് ശപഥം എന്ന വാക്കാണ്. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്നതാണ്. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്ന വാക്കാണ് നിലവിൽ വന്നത്. അടുത്തത്, 2024 ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 2024 161ാമത് ജന്മദിനമാണ് അയ്യങ്കാളിയുടേത്. ഓക്കെ ആണോ? 2024 ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനമാണ് ആചരിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയമാണ് കേട്ടോ. മറൈൻ ഓഷ്യാനേറിയമാണ്. ഓഷ്യാനേറിയം എന്ന് തിരുത്തി വായിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലത്താണ്. കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ്. പിണറായി. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഇതിപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 3 ഘട്ടത്തിലും ഒരുപോലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതും റിവൈസ് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.